ഹലോ ഓൾ, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ പൗരന് വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? വിശ്വസിക്കണം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ഫുഡ് ഡെലിവറി ബോയ് സാന്റാക്ലോസിന്റെ ഡ്രസ്സ് വന്നു ഫുഡ് ഡെലിവറിക്ക് വേണ്ടി ഇറങ്ങി. എന്നാൽ അദ്ദേഹത്തെ ഒരു കൂട്ടം ഹിന്ദുക്കൾ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഒരു കൂട്ടം ഹിന്ദുക്കൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അത് ജനറലൈസ്ഡ് ആവും, എല്ലാവരും പറയുന്നതിന് തുല്യമാവും. അതുകൊണ്ട് തന്നെ തീവ്ര മനോഭാവമുള്ള ഏതാനും ചില ഹിന്ദുക്കൾ എന്ന് പറയാം. എന്നാൽ കാരണം ആ തീവ്ര മനോഭാവമുള്ള ആൾക്കാർ കുറവായിരിക്കും, അതുപോലെ തന്നെ അവരെ സപ്പോർട്ടേഴ്സും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ തീവ്ര മനോഭാവം ഉള്ള ഹിന്ദുക്കളാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും അദ്ദേഹത്തിനോട് ഈ വസ്ത്രം എന്തിനാണ് ധരിച്ചിട്ടുള്ളത് എന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദിവാലിന്റെ സമയത്ത് ലോർഡ് രാമയുടെ വസ്ത്രം നിങ്ങൾ അണിയാറുണ്ടോ എന്നും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഈ കാര്യങ്ങൾ ആ വ്യക്തി ഈ ഒരു ഫുഡ് ഡെലിവറി ബോയിന്റോട് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു വസ്ത്രം അയപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, രാജ്യത്ത് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ റിലീജിയൻ തമ്മിലുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? ഇതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള പ്രശ്നമാണ്. പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടായിട്ടാണോ? അല്ല. കാരണം പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയ പ്രൊഫസേഴ്സിനെ പോലത്തെ പലരും ഇതേപോലെ തീവ്ര മനോഭാവമുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അത് എല്ലാ റിലീജിയനിലും, അത് ഹിന്ദുക്കളാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ക്രിസ്ത്യൻസ് ആവട്ടെ, എല്ലാവരിലും നല്ല എഡ്യൂക്കേഷനിൽ ഉള്ള ആൾക്കാർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനിലാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ക്വാളിറ്റി കൊടുക്കാതെ ക്വാണ്ടിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ വ്യക്തിക്കും, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യണം. എന്തിന് നമ്മൾ പറയുന്നു? നമുക്കറിയാം, സ്കൂളുകളിൽ നിന്നും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് ഈ കുട്ടികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനയിലെ ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ചും ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചും സെക്യുലറിസത്തെ കുറിച്ചും ഫ്രീഡത്തെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടത് ഈ സ്കൂളിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. എന്നാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് ഇഷ്യൂസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ക്രിമിനേഷൻസും ഒരുപാട് ഇഷ്യൂസ് നമുക്കറിയാം. ഹിജാബ് പ്രശ്നം നമുക്കറിയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ഉണ്ടായിട്ടുള്ള നോൺ വെജ് ഫുഡ് കൊണ്ടുവന്നതിന് ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് സ്കൂളിൽ നിന്ന് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കൊണ്ടാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റീസെന്റ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, കേരള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പോളിസിയിൽ കുട്ടികളെ തോൽപ്പിക്കണമെന്നില്ല എന്നുള്ള കാര്യം. അതെന്താണ് അങ്ങനെ ഒരു പോളിസി? കാരണം തോൽക്കേണ്ടത് തോൽക്കുക തന്നെ ചെയ്യണം. എന്നാലേ കുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ സൂയിസൈഡ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ചെറിയൊരു തോൽവി പോലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവുന്നില്ല. കാരണം കുട്ടികൾ മുഴുവനായിട്ടും ജയിച്ച് വരികയാണ്. അതായത് എത്ര പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ശരി, അവർ ജയിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും അത് അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നാശമായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുമെന്നുള്ള കാര്യം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.